നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ മനസ്സിനെ ആകർഷിച്ച ഒരു രഹസ്യമുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ മറഞ്ഞിരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ കഥ. ഒരൊറ്റ രാത്രി കൊണ്ട് സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയ ദ ലോസ്റ്റ് സിറ്റി ഓഫ് അറ്റ്ലാന്റിസിനെ കുറിച്ചാണ് ഇന്നത്തെ കോസ്മിക്സ് വേൾഡിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. ഈ കഥയുടെ തുടക്കം പ്ലേറ്റോ എന്ന എഴുത്തുകാരനിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്ലേറ്റോ പുരാതന ഗ്രീസിലെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള തത്വചിന്തകരിൽ ഒരാളായിരുന്നു. BC 360 അദ്ദേഹം എഴുതിയ ടിമയസ്, കാരിറ്റിയാസ് എന്നീ സംഭാഷണ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളിലാണ് ആദ്യമായി അറ്റ്ലാന്റിസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. പ്ലേറ്റോയുടെ വിവരണമനുസരിച്ച് അറ്റ്ലാന്റിസ് സ്ഥിതി ചെയ്തിരുന്നത് ഹെർക്കുലീസിന്റെ തൂണുകൾക്കപ്പുറം, അഥവാ ഇന്നത്തെ ജിബ്രാൾട്ടർ കടലിടുക്കിന് അപ്പുറമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നതനുസരിച്ച് അറ്റ്ലാന്റിസിലെ ജനങ്ങൾ ധീരരും സമാധാനപ്രിയരുമായിരുന്നു. എന്നാൽ അധികാരം വർദ്ധിച്ചപ്പോൾ അത്യാഗ്രഹികളും അഹങ്കാരികളുമായി മാറി. ഒടുവിൽ ഏകദേശം 9000 വർഷം മുൻപ് ഒരൊറ്റ ദിവസത്തെ ഭൂകമ്പത്തിലും വെള്ളപ്പൊക്കത്തിലും ആ സാമ്രാജ്യം കടലിനടിയിലേക്ക് താഴ്ന്നുപോയെന്ന് പറയപ്പെടുന്നു. പ്ലേറ്റോയുടെ ഈ വിവരണം കേട്ട് ലോകമെമ്പാടുമുള്ള ഗവേഷകരും സാഹസികരും അറ്റ്ലാന്റിസിനായി തിരിച്ചു തുടങ്ങി. പലരും പലയിടത്തും ഈ നഗരം കണ്ടെത്തിയെന്നും അവകാശപ്പെടുന്നു. ഇതുവരെ അറ്റ്ലാന്റിസ് എന്ന ഒരു നഗരം ഉണ്ടായിരുന്നു എന്നതിന് കൃത്യവും വിശ്വാസയോഗ്യവുമായ യാതൊരു ഭൗതിക തെളിവും ശാസ്ത്രലോകത്തിന് ലഭിച്ചിട്ടില്ല. അറ്റ്ലാന്റിസ് അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ അത്രയും വികസിതമായ ഒരു നഗരം ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർക്ക് പോലും തെളിയിക്കാനായിട്ടില്ല. ഗവേഷകർ പറയുന്നത് പ്ലേറ്റോ നൽകിയ തത്വചിന്താപരമായ ഒരു പാഠമാണ് അറ്റ്ലാന്റിസ് എന്നാണ്. എന്നാൽ കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ നഷ്ടപ്പെട്ട ഒരു അത്ഭുതലോകം ഉണ്ടാകാമെന്ന പ്രതീക്ഷയിലാണ് ഇന്നും പല മനുഷ്യരും. അറ്റ്ലാന്റിസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ.